കുറേ നാളെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ യൂട്യൂബിനകത്ത് കുറേ നാളെ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഒരു വ്ളോഗറിൻ്റെ ഒരു ദിവസം ഒന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ഫുഡി ടൈം ട്രാവലറാണ്. ഇത് ഫുഡി ടൈമിൻ്റെ ലോകട്ട വണ്ടിയുണ്ട്, അടിപൊളി നീല വണ്ടിയാണ്. ഫുഡി ഇപ്പം വണ്ടിക്ക് ശത്രുതയുള്ള ഒരുപാടുണ്ട്, എല്ലാവരും സൈൻ ചെയ്തിട്ടുണ്ട്. ഒരു സംഭവം ഉണ്ട്. അന്ന് വന്നത് ഈ സംഭവം ആക്സിഡൻ്റ് ആയി, ഇതെല്ലാം പൊളിഞ്ഞു. ഇപ്പം റിപ്പയർ ആയി. പുള്ളിയുടെ ചാനൽ കാണുമായിരിക്കും, നോക്കിയാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിക്ക് പേജുണ്ട്, ആക്റ്റീവ് പേജ്. അതല്ലാതെ ഇത് പുള്ളിയുടെ ഇവിടെ ഇത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതാ ഇവിടെ പുതിയ പെയിനിൽ ആരോ സൈൻ ചെയ്ത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഒരു വ്ളോഗർ ലൈഫ്. അപ്പോൾ നമുക്ക് വണ്ടി കയറാം. എടുത്തോ അയ്യോ. അപ്പം നമ്മൾ ഇന്ന് ഒരു വ്ളോഗറിൻ്റെ ലൈഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കാണിക്കാൻ ഉദ്ദേശിക്കുന്ന വ്ളോഗറിൻ്റെ ലൈഫാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ദിവസം പോകുന്നതും ഷൂട്ട് ചെയ്യണതും. പുള്ളി ഫുഡ് വ്ളോഗറാണ്. അപ്പോൾ ഈ ഒരു മുഖം പരിചയമുള്ളവർക്ക് മനസ്സിലായിരിക്കും. അതർവൈസ് ഞാൻ പറഞ്ഞുതരാം. ഫുഡി ടൈം ട്രാവലർ ഇൻസ്റ്റാ പേജ് തപ്പിയാൽ മതി, കിട്ടും. ആ ഐഡിയ പേര് ഞാൻ സ്ക്രീനിൽ ഇട്ടേക്കാം, ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്നും രസൽപുരം റോഡിലേക്ക് പോകുന്ന അപ്രോച്ചിങ് റോഡാണ്, നമ്മുടെ ഇടവഴിയാണ്. വഴിക്ക റോഡാണ്, മറ്റേ പൊന്നക്കാട് വഴി. കയറ്റംകാരനോട് വലിയ കുഴി കിണറ്, ഭാഗ്യത്തിന് കിണറ് രണ്ട് സൈഡ് ഗ്യാപ്പ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വണ്ടി നടുക്കൂടി പതുക്കെ കയറ്റി കയറിയത്, അല്ലെങ്കിൽ കയറാൻ പറ്റില്ല. അത് വഴി വണ്ടി അടിയൊക്കെ ഇടിച്ച് പപ്പട പൊടിയാവും. നമുക്ക് എ സി എന്നിട്ടിട്ട് ഓട്ടിക്കാം. ഇവൻ എ സി ഇടൂല, അവ എ സി വെച്ച് ഓണാക്കിയിട്ട് എ സി പോകും. എന്നാലും ഡീസൽ കുറവാണ്, ഇപ്പൊ തള്ളാണ്ട വരുമെന്ന് തോന്നുന്നു. എന്തായാലും അടിച്ചിട്ട് പോ. അപ്പൊ അങ്ങനെ നല്ല അടിപൊളി റോട്ടിൽ കൂടെ തന്നെ പോയിട്ട് വന്നല്ലേ. നല്ല അടിപൊളി റോഡായിരുന്നു. റോഡല്ല, ഇത് കുളമാണ്. കുളം ഏരിയ. നമ്മള് വയലിൽ കൂടിയൊക്കെ നടന്ന് ഓടുമ്പോഴത്തേക്കും കുണ്ടും കുഴിയും കാണൂലേ, ആ സെറ്റപ്പാണ്. അടിപൊളി വയലിൽ തന്നെയാണ് റോഡ് എന്ന് പറയാം. അപ്പോ ഇത് ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് പലതും പ്രതീക്ഷിക്കാം. കുറച്ച് ലെന്തി ആവാൻ ചാൻസ് ഉണ്ട്. ഇത് കുറെ നാൾ കഴിഞ്ഞുള്ള വീഡിയോ ആണല്ലോ, അപ്പം കുറച്ചൊക്കെ ലാഗും പ്രശ്നങ്ങളൊക്കെ വരാം. പക്ഷെ അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടിരുന്നാൽ കൊള്ളാം. ഇവിടെ ഞാനിരുന്ന് കാണും, ഞാൻ എവിടെയൊക്കെ ഡൗൺ ആയെന്ന് കാണാൻ പറ്റും. പോട്ട് ഒരു കോമഡി പറഞ്ഞുതരാം. ഒരു കടയുടെ ലൊക്കേഷൻ നോക്കാൻ ഞാൻ ഹോട്ട്സ്പോട്ടും കൊടുത്താൽ അവന്റെ വീഡിയോ നോക്കിയിട്ടാണ് ലൊക്കേഷൻ കണ്ടുപിടിക്കണേ. അതൊരു പഴയ വീഡിയോ ആണ്, മാസങ്ങൾക്ക് മുമ്പ് സേവ് ചെയ്ത് വെച്ചൂടെ. അവിടുത്തെ രുചി ഒരു വെറൈറ്റി ആണ്, തലവസത്തെ ബീഫ്. അപ്പം അഖിൽ ബ്രോയ്ക്ക് തലവസത്തെ ബീഫ് കഴിക്കാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കാം. ഞാനും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല തലേദിവസത്തെ ബീഫ്. കഴിച്ചിട്ടില്ല. ഇവിടെ നമ്മളെ വീട്ടിന് അടുത്താണ് ഇത്രയും ഫേമസ് സ്പോട്ടായിട്ട് പോലും ഞാൻ പോയിട്ടില്ല. നമ്മുടെ പ്ലാൻ ഫുള്ള് മാറി, ഇന്ന് ഇറങ്ങിയ പ്ലാൻ നടന്നില്ല. അപ്പോൾ സ്വന്തം വീഡിയോ തപ്പി ആൻസർ, നമ്മളെ ക്വസ്റ്റ്യൻ്റെ ആൻസർ തപ്പിയാണ് ലൊക്കേഷൻ. കിട്ടുമെന്ന് തോന്നുന്നില്ല, ഒരുപാടുണ്ട്. നമ്മളെ ഫുഡ് ഭയങ്കര റിച്ച് എന്ന് മനസ്സിലായിരുന്നു. എനിക്ക് റീചാർജ് ചെയ്ത് ഫോൺ ചെയ്യാൻ പറ്റുമെന്ന്. ഇതാണ് യഥാർത്ഥ ഒരു ഇൻസ്റ്റാഗ്രാമർ റീലൊക്കെ ചെയ്യുന്ന നമ്മളെ ഇൻകം എന്ന് പറയണത്. നമ്മൾ ചെയ്യുന്ന അത്രയൊന്നും കിട്ടാറില്ല, അതാണ് സത്യം. 18 വർഷത്തെ രുചിക്കോട്ട് തലേ ദിവസത്തെ ബീഫ്. ഈ സ്പോട്ടിലോട്ട് പോണ സ്വന്തം വീഡിയോ കണ്ട് ഈ ലൊക്കേഷൻ തപ്പിയാണ് പിന്നെയും പോണത്. അതാണ് സ്പെഷ്യാലിറ്റി. എന്തൊക്കെ ചെയ്യണത് പിടുത്തമില്ല. ഫുഡിന്റെ ടേസ്റ്റ് ആണ് നമ്മളൊരു സംഭവം. ഞാൻ കഴിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്കും കൂടെ ഒരു പുതിയൊരു രീതിക്ക് ഒരു പുതിയ ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനും ട്രൈ ചെയ്ത് നോക്കാം. ചേട്ടാ പെട്രോൾ ഇല്ല. ഞാനിപ്പോൾ അത് കോട്ടമോൾ പമ്പിലാണ് കേട്ടോ. കോട്ട പമ്പിൽ ആരും ഇല്ല. സമരമുള്ള കാര്യം അറിഞ്ഞില്ലേ? പെട്രോൾ സമരം. ഇന്ന് പെട്രോൾ സമരമായതുകൊണ്ട് പെട്രോൾ ഇല്ല കേട്ടോ. പമ്പൊക്കെ ആൾക്കാരൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നത്. നമ്മുടെ ഡീസൽ വണ്ടി ആയതുകൊണ്ട് ഡീസൽ മാത്രമായിട്ട് കിട്ടി. കൊടുത്ത് ഡീസൽ അടിച്ച്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഒരു സ്പോട്ട് ഉണ്ട്, 6 രൂപ കോയിൻ പൊറോട്ട. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോവാം. എന്തായാലും ഫുഡ് ബ്ലോഗറിൻ്റെ കൂടെ വരുമ്പം ഈ ഇതൊക്കെ കണ്ണി പെടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മസാല സ്ക്വയർ എന്നൊരു കടയാണ്. അതാണ് നമ്മുടെ ബാലാപുരത്ത് നിന്നും കാട്ടാട പോകുന്ന റോട്ടിൽ ഊരൂട്ട് അമ്പലത്തിലാണ് ഇപ്പം ഞാൻ ഉള്ളത്. ഞാൻ ഇന്നുള്ളത് മസാല സ്ക്വയറിലാണ്, ഊരൂട്ട് അമ്പലം. ഇത് അവർക്ക് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഡെലിവറി ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കയറി വരുമ്പോൾ കാണും നമ്മളെ ഷവായ് ചിക്കൻ്റെ ഒരു പ്രിപ്പറേഷനാണ്. ഇത് ഷവായ് ചിക്കൻ മാത്രമല്ല, ഇവിടെ ചായയും കടിയും എല്ലാം അവൈലബിൾ ആണ്. നമ്മളെ മൻസൂർ ചേട്ടൻ പറയണത് ഈ ഒരു സംഭവം, ഈ ഒരു മെന്യു മാറും, ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ട്. ഹോം ഡെലിവറിക്ക് ഇതൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി. ഇത് കയറി വരുമ്പോൾ നൂലപ്പം, അതേപോലത്തെ ഇടിയപ്പം എന്ന സാധനം എല്ലാം ഇവിടെ മെനു വെച്ചിട്ടുണ്ട്. അട്രാക്റ്റീവ് സാധനമുണ്ട്. കോയിൻ പൊറോട്ട, ബിഗ് പൊറോട്ട ചോദിച്ച് വാങ്ങുക, അത് കൊള്ളാം. പുകവലി നിരോധിത ഏരിയയാണ്. സ്പെഷ്യൽ കോയിൻ പൊറോട്ടയാണ്. വെറും 6 രൂപയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. ഒരു ഫുഡ് ബ്ലോഗറിൻ്റെ കൂടെ വന്നാൽ ഇതാണ് അവസ്ഥ. ഇതെല്ലാം അവന് വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെയാണ്. ഞാൻ ഇടയ്ക്ക് കൂടെ ഞാനും ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. നമ്മളെ ഷവായ് ചിക്കൻ അതിൻ്റെ ഒരു പ്ലാറ്ററാണ് ഇത്. ഈ സംഭവം കൊള്ളാല്ലേ? അപ്പോൾ ഇതെല്ലാം കഴിക്കാനൊന്നും പോകുന്നില്ല, ജസ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചാണ്. നമ്മൾ ആവശ്യമുള്ളത് മാത്രം കഴിക്കുക, ബാക്കി തിരിച്ചു കൊടുക്കുക. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം പർപ്പസ്ഫുള്ളി ഒരു ഫുഡ് അവർ ഡിസ്പ്ലേക്ക് വേണ്ടി തന്നതാണ്.
രണ്ട് ഐറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു, അതൊന്ന് ട്രൈ ചെയ്തിട്ട് വേണം ഈ വീഡിയോ എൻഡ് ആക്കാൻ. ട്രൈ ചെയ്യാൻ പോകുന്ന ഐറ്റംസ് ആണ് കേട്ടോ. 10 രൂപയുടെ വലിയ പൊറോട്ടയാണ്. പിന്നെ 10 രൂപ വേണമെങ്കിൽ ചെറിയ പൊറോട്ട ഉണ്ട്, കോയിൻ പൊറോട്ട 6 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ ക്വാർട്ടർ ഷവായി, അത് കോംബോ ആയിട്ടാണ്. ഇതാ നമ്മുടെ ബീഫ് റോസ്റ്റ്, ചിക്കൻ ചുക്ക, നമ്മുടെ കൊത്തിയിട്ട കൊത്തു പൊറോട്ട, ഇതാ ഡ്രാഗൺ ചിക്കൻ, പെരി പെരി അൽഫാമാണിത്, കാന്താരി ചിക്കൻ. എനിക്ക് ഏറ്റവും കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് ഇഷ്ടമാണ്, അതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിരിക്കാനാണ് ചാൻസ്. എന്തായാലും കഴിച്ച് നോക്കാം. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് പറയാനുള്ളത് ഇവിടെ ഈ ഇടിയപ്പം, സാധാരണ അരി ഇടിയപ്പമാണ്, ഇത് ചമ്പ പച്ചരിച്ചുണ്ടാക്കിയ ഇടിയപ്പമാണ്, ചമ്പ വരിച്ചുണ്ടാക്കിയ ഇടിയപ്പമാണ്. ആ ഒരു കളർ കണ്ടില്ല. അപ്പോൾ എന്തായാലും കഴിച്ച് നോക്കാം. അൽഫാമൊക്കെ പൊളിയാണ് കേട്ടോ. വീട്ടടുത്താണല്ലേ? അടുത്താണ് സ്ഥലം. എന്നിട്ട് നമ്മൾ ഇത്രയും ഇതായിട്ടാണ് സെറ്റ് ഫുഡ്, എല്ലാം നല്ല ഫുഡ്. അതെ, ഞാൻ എന്താ തീർക്കാറായി അൽഫാമൊക്കെ. കൊള്ളാം, നല്ല അടിപൊളി ടേസ്റ്റ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. മസാല സ്ക്വയർ, നമ്മൾ ഉരുട്ടമ്പലത്തുള്ള എപ്പോഴെങ്കിലും കൂടെ ട്രാവൽ ചെയ്യണമെങ്കിൽ മസ്റ്റായി ട്രൈ ചെയ്യണം കേട്ടോ ഇവിടെയൊക്കെ. ഈ അൽഫാമൊക്കെ എടുത്ത് പറയാൻ, അൽഫാമും ബീഫ്, അവൻ്റെ പ്ലേറ്റിനെടുത്ത ബീഫ്, പൊളി ബീഫ്. ഡ്രാഗൺ ചിക്കൻ ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ട്രൈ ചെയ്ത എല്ലാ ഐറ്റവും അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ഫസ്റ്റ് ടൈം കേട്ടോ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ കഴിക്കുന്ന എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ടൈം അല്ലേ? എന്തെങ്കിലും ചെയ്ത് അപാകത കാണും. ഡെക്കറേഷൻ ഒന്നുമില്ല ഇവിടെ എല്ലാം മസ്റ്റ് ട്രൈ ചെയ്യും. അതാണ് നമ്മൾ ഇതുവരെ എടുക്കാത്തൊരു വീഡിയോ എടുക്കാത്ത സ്ഥലവും. ഇത് ഇടിയപ്പത്തിൽ നമുക്ക് ഗ്രേവി എന്ന് ഗ്രേവി വാങ്ങിച്ചാൽ ചിക്കൻ ഗ്രേവി, പക്ഷേ ചിക്കൻ ഗ്രേവി അല്ല, നമ്മൾ ചിക്കൻ ചങ്കീസ് എന്നൊക്കെ പറയൂലേ നോർത്ത് ഇന്ത്യയിൽ, ചിക്കൻ ചങ്കീസ്, തവ ചിക്കൻ, അതിൻ്റെ ഗ്രേവിയുടെ പൊളി ഐറ്റം. നമുക്ക് അടിപൊളി കറി. എടാ ഈ ഗ്രേവി മാത്രം മതി നമുക്ക് പൊറോട്ടയും ആ ഒരു ഇടിയപ്പം വെച്ച് കഴിക്കാൻ. ഈ ഗ്രേവി മാത്രം, മനസ്സിലായ? എടാ അത് കഴിച്ചു നോക്ക്, പൊളി സാധനം. ഗ്രേവി മാത്രം മതി കേട്ടോ, അടിപൊളി ഗ്രേവി. ചിക്കൻ അടിപൊളിയല്ലേ? ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കറക്റ്റായിട്ടുണ്ട് മോനെ. ഞാനും ട്രൈ ചെയ്യും, എനിക്കിഷ്ടപ്പെട്ടു ഈ ഗ്രേവി. പുറത്ത് പോയി കഴിച്ചിട്ടുള്ളതൊക്കെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ്, അത് സെയിം ആണ്. നമ്മൾ ഡൽഹിയിലൊക്കെ ചങ്കീസ് ചിക്കൻ ഒക്കെ പറയില്ലേ, ചങ്കീസ് ചിക്കൻ, ചിക്കൻ ചങ്കീസ്, അതിൻ്റെ സെയിം ഗ്രേവി. അത് തന്നെ അടിപൊളി. ഇവിടെ നമ്മൾ കഴിച്ച എല്ലാ ഐറ്റവും അടിപൊളിയായിരുന്നു. അതെടുത്ത് വരേണ്ട ഒരു കാര്യമാണ്. നമ്മളെ ഊരുട്ടമ്പലം മസാല സ്ക്വയർ മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഇന്ന് വന്ന ഫുഡ് എല്ലാം കൊള്ളാം. അതെ, തീർന്നിട്ടില്ല, അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ടേസ്റ്റ് കിട്ടിയ ഓരോ ബൈറ്റും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് റിക്കമെൻഡ് ഒരു ഹോട്ടലാണ് കേട്ടോ, മസാല സ്ക്വയർ ഊരുട്ടമ്പലം. സ്ട്രോയിൻ്റെ അകത്ത് ലെമൻ്റെ കുരു കയറിയ കുടിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായല്ല? മനസ്സിലായ ബ്രോ? ഒരു മിനിറ്റ്, ബ്രോയിൻ്റെ വീഡിയോയിൽ വന്നിരുന്നല്ലേ, പറഞ്ഞിരുന്നല്ലേ? എനിക്ക് എൻ്റെ വീഡിയോക്ക് കുറേ കമൻറ്റ് ഉണ്ടാണ്, ഈ ഒരു സ്പോട്ടിൽ ഫുഡെല്ലാം കൊള്ളാമെന്ന്. അപ്പം നമ്മൾ തന്നെ ഇങ്ങോട്ട് വന്ന് ഫുഡുകളെല്ലാം ഓർഡർ ചെയ്തു, അതിൻ്റെ ടേസ്റ്റ് നോക്കി. സത്യം പറഞ്ഞാൽ വേറെ ഒരിടത്തു നിന്നും ഇത്രയും എല്ലാ ഐറ്റംസും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇപ്പം 2 ബോർഡുകൂടെ കാണിക്കാം. പാർസൽ കൗണ്ടർ, അപ്പുറത്ത് ബില്ലിംഗ് കൗണ്ടർ. ഇവിടെ ലൈവ് അപ്പൊക്കെ കിട്ടും കേട്ടോ. ഇക്കത്തെ മഴയൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഊരുട്ടമ്പലം മസാസ് ഞാൻ നിങ്ങളൊന്ന് അകലോച്ച് തനിക്കോ തരത്തെ പിടിക്കുക അപ്പുറത്തേക്ക് ടാറ്റ പോയി. നല്ല ഒടുക്കത്തെ മഴ.